ഇന്ത്യൻസ് നമ്മളെ രാജ്യത്ത് അല്ലാതെ നമ്മളെ ഇന്ത്യക്കാർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താ അവിടെ? ഇന്ത്യക്കാർക്ക് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. വെച്ചാൽ ഹാർഡ് വർക്കിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടും. പിന്നെ മലയാളികൾക്ക് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് വിശ്വസിക്കും ആൾക്കാർ. അത് കാരണം മലയാളികളെ പെട്ടെടുക്കും. അത് മലബാറിയാണെങ്കിൽ ഒന്നുകൂടി കൂടും. അതെ, അങ്ങനെ കൊടുക്കൂല എന്ന് പറയാൻ പറ്റൂല, ഉള്ളവരുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റുള്ളത് നോക്കുമ്പോൾ നമ്മൾ പണി എന്ന് വെച്ചാൽ ജോലിയല്ല ഉദ്ദേശിച്ചത്, മറ്റേ മുട്ടൻ പണികൾ അങ്ങനെ കുറവാണ് എൻ്റെ ഒരു ഇത്. എന്താ മാഷിന്റെ അഭിപ്രായം എന്താണ്? ഞാനൊരു കാസർഗോഡ് സ്കൂളിൽ അണങ്കൂർ സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം എൻ്റെ സ്കൂളിൽ കന്നഡ മീഡിയം ഉണ്ട്. കൂടുതൽ കുട്ടികളും 5 വരെയാണ് ഉള്ളത്. 5 വരെയുള്ള LP സ്കൂളാണ്. ഗവൺമെന്റ് നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കേട്ടോ. ദുബായ് വന്നു പോയതാണ്, എന്നോ വിട്ടതാണ്. ഈ സീന് വിട്ട് നമുക്ക് പറ്റൂലെന്ന് മനസ്സിലായി. അയച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങള് അവിടെ ഇതിനെ വന്ന് വന്നത് ജസ്റ്റ് ജോലി നോക്കാനോ അതോ ജസ്റ്റ് ഒന്ന് കാണാൻ, ദുബായ് കാണാൻ വേണ്ടി? നമ്മള് ഷഫീഖ് എന്ന് പറഞ്ഞിട്ടൊരു അളിയനുണ്ട്. അപ്പൊ ആളെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാൻ വെക്കേഷൻ ടൈമിൽ അന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നാട്ടില് അബുദാബി ഇല്ലാത്ത എല്ലാ എമിറേറ്റും കവർ ചെയ്തു. മാഷാഅല്ലാഹ് കേച്ചില്ലേ. ഈ ദുബായിൽ വരുന്ന വിസിറ്റ് അടിച്ചിങ്ങാണ്ട് ടൂർ വരാൻ വരുന്നവർക്ക് പ്രത്യേക ഒരു രസമാണ് അല്ലെ. ഒരുപാട് കാണാൻ. അവിടെ വർക്ക് ചെയ്യണവർ അത്ര തോന്നെ കണ്ടിട്ടുണ്ടാവില്ല. നേരെ മറിച്ച് ടൈം ഉണ്ടാവില്ല. കാരണം അത്ര ഡ്യൂട്ടി ഷെഡ്യൂൾ അങ്ങനെയാണ്. ഡ്യൂട്ടി ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ദിവസം ലീവ് കിട്ടി. നിങ്ങൾ എന്തായാലും ഒരു ദിവസം ലീവ് കിട്ടിയാൽ ചൂടാണെങ്കിൽ അവിടെ റൂം തന്നെ, പിന്നെ അവിടെ പോയിട്ട് കിടന്നിറങ്ങും. അല്ല പിന്നെ പുറത്തൊക്കെ പോകും, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോകും. അധികം ആൾക്കാരും അവരവരെ പണി കഴിച്ചിങ്ങാണ്ട് ഒരു ഉറക്കം കൊണ്ട് ഉറങ്ങും. അങ്ങനെയുള്ളവരുണ്ട്. ഡ്യൂട്ടിക്ക് അനുസരിച്ചിട്ടാണ്. അതെ. എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ. നമ്മൾ ഒരു റൂമിൽ ചങ്ങായിമാരായിട്ട് നിൽക്കല്ലേ, നമ്മൾ കസിൻസ് ചങ്ങായിമാര്. നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ കാണുന്ന ഒരു മാള് സംസ്കാരം ഉണ്ടല്ലോ. മാളിൽ പോവുക, എൻജോയ് ചെയ്യുക, എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക, കഴിക്കുക. ഈ ഒരു സംഗതി ശരിക്കും നമ്മൾ ശീലിച്ചതും മലയാളികൾ ശീലിച്ചതും കുട്ടികളെ ജനറേഷനെ ശീലിപ്പിച്ചതും ദുബായ് എന്നുള്ള ഒരു കടന്നുകയറ്റാണ്. എല്ലാവരും അതിന് പൊതുവെ അവിടെ അറബികൾ ഞാനൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈം, അതായത് വെള്ളിയാഴ്ച കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും ഫാമിലി ആയിട്ട് പുറത്തിറങ്ങുകയാണ്. ആ 3 ദിവസം അവർ ലീവ് അടിച്ചു പൊളിക്കും അല്ലേ. നമ്മൾ ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണുന്നുണ്ടല്ലോ. സ്ട്രീറ്റിലേക്ക് ഇറക്കിയിട്ടില്ല, ഉള്ളിലിരുന്ന് കഴിക്കാൻ താല്പര്യപ്പെടാതെ. ഇപ്പം നൈറ്റ് ആയാലും അപ്പോൾ ഈ നൈറ്റ് ലൈഫ്, ഓപ്പൺ റെസ്റ്റോറൻറ്റ് എന്നുള്ള ഈ കൺസെപ്റ്റൊക്കെ കൂടുതൽ നമുക്ക് ശീലമായത് ശരിക്കും തോന്നുന്നത് ദുബായിലേക്ക് ആളുകൾ പോയിട്ടും അവിടുന്ന് കണ്ട് ശീലിച്ചത് പരിചിതമായത് ഇവിടെ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. നമ്മളെ നാട്ടിലുള്ള കൂടുതലും പുറത്തുനിന്ന് കണ്ട് ശീലിച്ചങ്ങാണ്ട് കൂടുന്ന് ഇറക്കണല്ലേ. ഇപ്പം ഈവൻ ദോ ഇപ്പം നമ്മളെ ഏതിപ്പോൾ നമ്മളെ ഈ ഡെവലപ്മെൻറ്റ്സ് ആയാലും എന്ത് കാര്യത്തിലുള്ള ഇതായാലും പുറത്തുനിന്ന് വന്നുകൊണ്ട് ഇങ്ങോട്ട് വരണല്ലേ എല്ലാതും. നമ്മളതും ഉണ്ട്, ഇല്ലാന്നല്ല, നമ്മളതും ഉണ്ട്. അങ്ങനെ കൂടുതലും ബിസിനസ് ഓപ്പർച്യൂണിറ്റികളൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടാണ് ഇവിടെ ആൾക്കാർ കൂടുതലും ചെയ്യണത്. പക്ഷെ അതിൽ നെഗറ്റീവ് സൈഡും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് പ്രവാസം മതിയാക്കി വരുന്ന ഒരു 10-25 ലക്ഷം രൂപ PF പ്രൊവിഡൻറ്റ് ഫണ്ടോ കയ്യിലുള്ളൊരു വ്യക്തി പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്നത് നേരെ 4 ആൾ കൂടി ഒരു ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു. അപ്പോൾ അവിടെ ലാഭകരമാവുന്നത് പോലെ ഇവിടെയും അത് ക്ലിക്കാവും എന്നുള്ളൊരു കൺസെപ്റ്റിൽ 4 മൂലയ്ക്ക് 4 സൂപ്പർ മാർക്കറ്റ് തുടങ്ങും. ഒരു 1 ഇയറോട് കൂടിയിട്ട് അത് ആ പൈസ വെള്ളത്തിലാണ്ടാവും. പിന്നെ നാട്ടിൽ അങ്ങനെ ഒരാളെ നന്നാക്കാൻ അല്ല, എനിക്ക് തോന്നുന്നത് അതിൽ പ്രോപ്പറായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആ ബിസിനസ് ഫ്ലോപ്പ് ആവണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഒരു ചില്ലറ അന്നന്ന് കിട്ടുന്ന പൈസേന്ന് കൂട്ടി നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് ആരായിരിക്കണം നമ്മുടെ കടയിൽ വരുന്നത്. ഒരു സൂപ്പർ മാർക്കറ്റ് ലെവലിൽ പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുന്നവരൊക്കെ ഇന്നിപ്പോൾ ഇവിടെ എടപ്പാൾ നെസ്റ്റോ വന്നിട്ടുണ്ട്, തിരൂര് നെസ്റ്റോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോണവർ അങ്ങനെ നോക്കുള്ളൂ. പിന്നെ ഓൺലൈൻ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ലാതെ ചെറുകിട മാർക്കറ്റിലുള്ളവർ ഒരിക്കലും അവിടെ വന്നിട്ട് സാധനം വാങ്ങിക്കാൻ പോകുന്നില്ല. അതൊരു വലിയ ഫ്ലോപ്പാണത്. പക്ഷെ തുടങ്ങണത് വലിയ സെറ്റപ്പിലാണ് തുടങ്ങണമെന്നുണ്ടെങ്കിലും പക്ഷെ ആ ഒരു വലിയൊരു പല സ്ട്രാറ്റജികൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു 2 വർഷം മുമ്പ് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത്
എന്നോട് ഒരാൾ അപ്രോച്ച് ചെയ്തിരുന്നു. ഒരു 15 ഔട്ട്ലെറ്റ് ഒന്നിച്ച് തുടങ്ങുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് ഈ 2 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 15 ഔട്ട്ലെറ്റിലും നമുക്ക് നമ്മളെന്താ ഷെയർ ആയിട്ട് ഈക്വൽ ഷെയർ ആയിട്ടാണ് നമുക്ക് ഓണർഷിപ്പ് അവർ തരിക. അതിന് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കും. പക്ഷേ ഞാൻ അന്ന് വിചാരിച്ച അതേ സംഗതി പിന്നെയും അതിൽ നടന്നു എന്നുള്ളതാണ്. കാരണം ഈ പറയപ്പെട്ട ഉള്ളേരിയകളിൽ അത്ര കണ്ട് ക്ലിക്കാവില്ല അത്. അപ്പോൾ അവർ അതിനെ പറഞ്ഞിരുന്ന കുറേ ന്യായങ്ങൾ അവർ മറികടക്കാൻ, ഈ പറഞ്ഞ പ്രതിസന്ധി മറികടക്കാൻ അവർ പറഞ്ഞൊരു കാര്യം, നമ്മൾ 15 എണ്ണ തുടങ്ങുന്നത്. അപ്പോൾ ഇൻ കേസ് ഒന്ന് ഫ്ലോപ്പായാലും മറ്റൊന്നിൽ പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു സംഗതി. അപ്പോൾ സ്റ്റോക്കുകളോ കാര്യങ്ങളോ ഒന്നും വേസ്റ്റ് ആയി പോകില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ 2-3 എണ്ണം കൺമുമ്പിൽ തന്നെ മാറഞ്ചേരി ടൗണിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ശരിക്കും കണ്ടു. അതിൻ്റെ സാധനങ്ങൾ ബക്കറ്റ് വെച്ചിട്ട് കരുണയുടെ പാലിയേറ്റീവിലേക്ക് സംഭാവന സ്വീകരിച്ചിട്ട് ആളുകൾ വാരി കൊണ്ടുവരുന്നു ചാക്കിൽ സാധനങ്ങൾ. അപ്പോൾ ആ ഒരു നിലയ്ക്ക് അത് ഭയങ്കര ഫ്ലോപ്പ്. നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെയധികം ഈ ഒരു സംഗതി ഞാൻ പറഞ്ഞത് അവിടുന്ന് ഗൾഫ് മാർക്കറ്റുകളെ പഠിച്ചിട്ട് അവിടുന്ന് കണ്ടത് ഇവിടെ അപ്ലൈ ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അവിടെ മാതൃകയാക്കുന്ന വിഷയത്തിൽ. അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും നന്നായി ആലോചിക്കുക. ആദ്യം നമ്മൾ ആ ബിസിനസ്സിനെ പറ്റി പഠിക്കുക, ഇവിടുത്തെ ഓഡിയൻസിനെ പറ്റി പഠിക്കുക, എന്നതിന് ശേഷം മാത്രം അതിലോട്ട് ഇറങ്ങുക അല്ലേ. പുതിയ ഇൻവെസ്റ്റേഴ്സ് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ 6 മാസം നാട്ടിൽ നിന്നിട്ട് നാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻസ്, അതുപോലെ നാട്ടിൻ്റെ ഒരു കച്ചവട സാധ്യത ഇതാദ്യം കണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ പെട്ടെന്നൊരു സാധനം തുടങ്ങാനോ അതുപോലൊന്നും ഇത് ഇവിടെ തുടങ്ങുക എന്നുള്ളിടത്തേക്കും കയറാതെ ഒരു 6 മാസത്തോളം സമയം നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും നമ്മുടെ സാധ്യതകളെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. വന്ന ഉടനെ ചെയ്യുക എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ പിടിച്ച് മോട്ടർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത്. അവിടെ അവൻ അങ്ങനെയൊക്കെ തുടങ്ങി, ഓൻ ക്ലച്ച് അയക്കണ്, നമുക്കും തുടങ്ങുക എന്നുള്ള ആ ലെവലാന്ന് തോന്നുന്നു എനിക്ക്. കാരണം അങ്ങനെ തുടങ്ങുന്നതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആയിക്കോട്ടെ, അപ്പോൾ ആദ്യം പറയും പൈസ ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കൊണ്ട് ആക്കിക്കൊണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇത് താഴത്തേക്ക് പോകുമ്പോൾ ആകെ പ്രശ്നമായി, ആ പൈസയും പോയി. ഇതാണ് നമ്മൾ പൊതുവെ എല്ലാവരും ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും കഴിച്ചിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചെറുകിട സൂപ്പർ മാർക്കറ്റ് തന്നെയല്ല, അത് തുടങ്ങിയ ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിച്ച മാതിരിയല്ലായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ തുടങ്ങിയതായിരുന്നു. നമുക്ക് ഒന്നാമത് ക്രെഡിറ്റ് കൂടിപ്പോയി, പിന്നെ മാനേജ്മെൻറ്റ് ഫ്ലോപ്പ് വേറെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് എന്നാലും നടന്നു പോവുമായിരുന്നു. പക്ഷേ നമുക്ക് കൊറോണ സമയത്താണ് നമ്മൾ കൊറോണ തുടങ്ങണ ഒരു 2 മാസം മുന്നെയാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ പഠനം ഹൈ റേഞ്ച് കച്ചവടം. കാരണം 2 ടൗണ് നമ്മൾ ഒത്ത നടുവിലായിരുന്നു കിടന്നിരുന്നത്. അതായത് അണ്ണശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആലത്തിയൂർ അങ്ങാടിയുണ്ട്, മംഗലം അങ്ങാടിയുണ്ട്. ഈ 2 അങ്ങാടിയിൽ പോലീസുകാരുണ്ടായതുകൊണ്ട് ഓർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം ചെക്കിങ് ചെയ്യുന്നില്ല, വെറുതെ കാര്യമില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല പടട്ടും. അതുകൊണ്ട് ആരും പോയിരുന്നില്ല. അപ്പോൾ നമ്മളെ കട 2 റൂം ഷട്ടർ ചെയ്തു. ഭയങ്കര കച്ചവടം നല്ല രീതിയിൽ പോയിരുന്നു. പക്ഷേ സെക്കൻഡ് വേവും തേർഡ് വേവും ഒക്കെ എത്തിയപ്പോൾ പതിയെ അത് ഈ വന്ന് വാങ്ങിച്ചിരുന്നവരൊക്കെ കടം കുത്തൽ തുടങ്ങി. നമ്മൾ കട കൂട്ടുമ്പോൾ 4.5 ലക്ഷം രൂപ പുറത്ത് പൈസ കെടുക്കുക, ഒരു 5 ലക്ഷം രൂപ കൊണ്ട് കട തുടങ്ങി നമ്മൾ. അപ്പോൾ അതാണ് ആൾക്കാർ നമ്മളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്താണ്ട് കൊണ്ടുപോയതില്ല. അതാണ് സംഭവം. അപ്പോൾ ഇതാ നമ്മളെ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അവരൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ആ ഷമീം. ഒന്നായിക്കോട്ടെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.